മൂത്ത മകൻ നഷ്ടമായതിൻ്റെ ദുഃഖത്തിൽ കഴിയുമ്പോഴാണ് ഇളയ മകൻ്റെയും വേർപാട് നാരായണനെയും ഭാര്യ സുശീലയെയും തളർത്തിയത്. ഒരു കുടുംബത്തിൻ്റെ ആശ്രയമാകേണ്ടിയിരുന്ന യുവാക്കളെ മരണം തട്ടിയെടുത്തു. ആശുപത്രി കൊണ്ടുപോകാനായിട്ട് ഒത്തിരി വാഹനങ്ങൾ വന്നു. അവരാരും ഈ പയ്യനെ വാഹനത്തെ കയറ്റാനായിട്ട് തയ്യാറായില്ല. ഞങ്ങൾക്ക് ഒരു മകൻ പോയ ദുഃഖം കൊണ്ട് ഞങ്ങൾ ഈ കൊച്ചു വന്ന് കയറിയാലും ഞങ്ങൾ കണ്ണടയത്തുള്ളൂ. അതുവരെ ഈ കൊച്ചിനെ കണ്ടില്ല, എവിടെ പോയ ഇന്നും വന്നില്ല. സോ എന്നാ ഇങ്ങനെ ചെയ്ത് വരുന്നില്ലല്ലോ ഫോണും വിളിച്ചാലും എടുക്കുന്നില്ല. നമുക്ക് ഭയങ്കര സങ്കടം, വേദന വന്നുകൊണ്ടേയിരുന്നു. എന്നും വേദനയാണ് സാറ്. നമസ്കാരം. അജ്ഞാത വാഹനമിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. കഴിഞ്ഞ ഞായറാഴ്ച 10 മണിയോടെ പീരുമേട് പഞ്ചായത്തിൽ മുറിഞ്ഞപുഴ എന്ന സ്ഥലത്താണ് ഈ അപകടമുണ്ടായത്. മുറിഞ്ഞപുഴ സ്വദേശിയായ നാരായണൻ്റെ മകൻ വിഷ്ണു നാരായണൻ എന്ന 20 വയസ്സുകാരനാണ് മരണപ്പെട്ടത്. രാത്രി 10 മണിയോടെ ഒരു അജ്ഞാത വാഹനം, പിക്കപ്പ് എന്ന് കരുതുന്ന ഒരു വാഹനമാണ് ഈ ബൈക്കിലിടിക്കുകയും നിർത്താതെ പോവുകയും ചെയ്യുമായിരുന്നു. ആ സമയം അതുവഴി കടന്നു വന്ന പഞ്ചായത്ത് അംഗം AJ തോമസ് ആണ് അദ്ദേഹത്തിനെ വിഷ്ണുവിനെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിഷ്ണുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും ഈ വാഹനം കണ്ടെത്തുന്നതിനുള്ള ഒരു അന്വേഷണം പോലീസ് ഇപ്പോൾ നടത്തുകയാണ്. മൂത്ത മകൻ നഷ്ടമായതിൻ്റെ ദുഃഖത്തിൽ കഴിയുമ്പോഴാണ് ഇളയ മകൻ്റെയും വേർപാട് നാരായണനെയും ഭാര്യ സുശീലയെയും തളർത്തിയത്. ഒരു കുടുംബത്തിൻ്റെ ആശ്രയമാകേണ്ടിയിരുന്ന യുവാക്കളെ മരണം തട്ടിയെടുത്തു. ഒരു വർഷം മുൻപ് ഓഗസ്റ്റ് 3 വണ്ടിപ്പെരിയാറിൽ നടന്ന ബൈക്ക് അപകടത്തിലാണ് 23 വയസ്സുള്ള മകൻ മനു നാരായണനെ മരണം കവർന്നെടുത്തത്. കഴിഞ്ഞ ഞായറാഴ്ച വീടിനടുത്തുള്ള റോഡിൽ ഇളയ മകനും മരണപ്പെട്ടു. 2 മക്കൾ കൂടാതെ വിവാഹം ചെയ്തയച്ച ഒരു മകൾ കൂടി ഇവർക്കുണ്ട്. കൂലിവേലയെടുത്താണ് ദമ്പതികൾ മക്കളെ നല്ല നിലയിൽ പഠിപ്പിച്ചത്. സ്ഥിരമായി ഒരു ജോലി കിട്ടുന്നതിനു മുൻപ് മാതാപിതാക്കൾക്ക് ഒരു സഹായമാകുന്നതിനാണ് 2 പേരും ജോലിക്കിറങ്ങിയത്. എന്നാൽ ഇരുവരുടെയും ജീവൻ റോഡിൽ പൊലിഞ്ഞു. മൂത്തയാൾ നഷ്ടമായതോടെ ഇളയ മകനിൽ പ്രതീക്ഷയർപ്പിച്ച് കഴിയുമ്പോഴാണ് ഈ മാതാപിതാക്കളോട് വിധി ക്രൂരത കാട്ടിയത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഒരു 10 കൂടിയാണ്, 10 ശേഷമാണ് ഒരു വാഹനാപകടം മുറിഞ്ഞപുഴയിൽ നടക്കുക. ഈ വാഹനാപകടം നടക്കുമ്പോൾ ഞാൻ ഒരു ലോഡും വണ്ടിയിൽ ഡ്രൈവർ ഞാനും ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് മുറിഞ്ഞപുഴയ്ക്ക് അടുത്തുള്ള ഒരു വളവിൽ ഒരു ബൈക്ക് സ്പീഡ് വരികയും ഹെൽമെറ്റ് അടക്കം വെച്ചിട്ടുണ്ട് പയ്യന്. ഞങ്ങളുടെ വണ്ടിയെ മറികടന്ന് ചെറിയൊരു ടേണിങ്ങിൽ തന്നെയാണ് ഈ വണ്ടി, ഒരു പിക്കപ്പ് വാന് മറികടന്ന് ഈ ബൈക്കിനെ ഇടിച്ച് തെറിപ്പിച്ച് പിക്കപ്പ് വാൻ വിട്ടുപോകുന്ന ഒരു ഭാഗമാണ് കാണാൻ പറ്റിയത്. നമ്പറോ കാര്യങ്ങളോ ഒന്നും കാണാനായിട്ട് പറ്റിയിട്ടില്ല. എങ്കിലും ഏകദേശം ഊഹം വെച്ചിട്ട് വണ്ടി പടുത മൂടി കെട്ടിയ ഒരു വണ്ടിയാണ്, പിക്കപ്പ് വാനാണെന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ. അതിനുശേഷം പെട്ടെന്ന് വണ്ടിയിൽ നിന്നിറങ്ങി, ഞാനും ഡ്രൈവറും കൂടെ, ഷാജി എന്ന് പറയുന്ന ഡ്രൈവറാണ്, വണ്ടിയിൽ നിന്നിറങ്ങി പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാനായിട്ട് ഒത്തിരി വാഹനങ്ങൾ വന്നു. അവരാരും ഈ പയ്യനെ വാഹനത്തെ കയറ്റാനായിട്ട് തയ്യാറായില്ല. അതിനുശേഷമാണ് ഞാൻ അടുത്ത് പോയി നോക്കുമ്പോൾ എൻ്റെ തൊട്ടയിലോക്ക് താമസിക്കുന്ന നാരായണ ചേട്ടന്റെ മോൻ വിഷ്ണു നാരായണനാണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ആ സമയത്ത് എൻ്റെ എന്താ പറയുക, ആ രീതിയിലുള്ള ഒരു മനോഭാവം ആയിപ്പോയി എനിക്ക്. എങ്കിലും ആ മനോധൈര്യം വീണ്ടെടുത്തുകൊണ്ട് ഏതോ വഴിയെ വന്ന ഒരു ബൊലോറയിൽ കയറ്റി ആ വണ്ടിക്ക് ഡീസലിൽ എന്ന് പറഞ്ഞു. എന്നാലും ആ മനുഷ്യൻ കാണിച്ച ഒരു സ്നേഹം ഇന്ന് ഞാൻ ഓർക്കുകയാണ്. ആ സമയത്താണ് ആ വണ്ടിയെ ഞാനും ഷാജിയും കൂടെ എടുത്ത് കയറ്റുകയും മുറിഞ്ഞപുഴ ജംഗ്ഷനിൽ വെച്ച് മുറിഞ്ഞപുഴയ്ക്ക് അടുത്ത് തൊട്ട് മുറ്റത്ത് താമസിക്കുന്ന ജോസ് എന്ന് പറയുന്ന ഒരാളുടെ വാഹനം വിളിച്ചാണ് ഞാൻ പിന്നെ ഈ പയ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേനും ഡോക്ടർ പരിശോധനയ്ക്ക് ശേഷം പയ്യൻ മരിച്ചതായിട്ടാണ് ഡോക്ടർ റിപ്പോർട്ട് ചെയ്തത്. ഈ വാഹനം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അന്ന് മുതൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഊർജിതമായിട്ട് നടക്കുന്നുണ്ട്. ഇന്നും പോലീസ് പീരുമേട് SHO ആയിട്ട് സംസാരിച്ചപ്പോൾ മെമ്പറെ എന്താണല്ലോ 1-2 ദിവസത്തേക്കാവും ഇതിന്റെ തീരുമാനങ്ങളുണ്ടാവും, ഏകദേശം തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്താണേലും പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള നല്ല ഒരു സഹകരണം കിട്ടുന്നുണ്ട്. ഇന്നലെ വൈകിട്ടും ഇന്നും ഞാൻ പോലീസുമായിട്ട് ബന്ധപ്പെടുകയും അതിനുള്ള നിർദ്ദേശങ്ങൾ പോലീസ് ബാക്കിയുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ ഒരു 15 മാസം മുമ്പാണ് ഈ വിഷ്ണു നാരായണൻ്റെ ജ്യേഷ്ഠൻ സഹോദരൻ മനു നാരായണൻ വണ്ടിപ്പെരിയാറ്റിൽ ബൈക്ക് അപകടത്തിൽ മരണപ്പെടുകയുണ്ടായി. അവരുടെ കുടുംബത്തിന് ഏക ആശ്രയമായിരുന്ന ഈ 2 മക്കളും നഷ്ടപ്പെട്ട ആ മാതാപിതാക്കളുടെ വിലാപത്തിൽ ഈ നാടും പ്രത്യേകിച്ച് പഞ്ചായത്ത് മെമ്പറാണ് ഞാൻ, അതിൻ്റെ നിലയിലും എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വപരമായിട്ട് പങ്കുവഹിച്ചുകൊണ്ടും ആ കുടുംബത്തിൻ്റെ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും മുൻപോട്ട് പോയിട്ടുണ്ട്. ഈ അപകടം നടക്കുന്ന ഒരു പ്രദേശമാണോ? നിരന്തരമായിട്ട് ഈ വളവുകളാണ് നമ്മുടെ ഇവിടങ്ങളിൽ ഒത്തിരി അപകടങ്ങൾ നടക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു 8 വർഷം മുമ്പാണ് വളഞ്ഞാങ്ങാനത്ത് വലിയൊരു വളവിൽ ഒരു ഗൾഫിൽ നിന്ന് വന്ന ഒരാളും ഒരു ചേച്ചിയും കൂടെ വാഹനത്തെ പോകുമ്പം ആ വാഹനം ഇടിച്ച് തെറിപ്പിച്ച് 2 പേര് സ്പോട്ടിൽ മരിച്ചു. എങ്കിലും 8 വർഷത്തിന് ശേഷമാണ് ഈ വാഹനം കണ്ടെത്താനായിട്ടുള്ളത്.
എങ്കിലും വാഹനം കണ്ടെത്തിയിട്ടുണ്ട്. ശരിക്കും ഈ തമിഴ്നാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ നമ്പർ പ്ലേറ്റ് ഒക്കെ മറച്ചുകൊണ്ട് വരുന്ന ഒരു സാഹചര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടാറുണ്ടോ? നമ്മളിത് അങ്ങനെ ഒരു ശ്രദ്ധ നമ്മുടെ ഇതിനകത്ത് വരാറില്ല. കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ടാണ് ഇതേക്കുറിച്ചുള്ളൊരു സൂചന കിട്ടിയത്. പക്ഷേ ആ വാഹനത്തിൻ്റെ നമ്പറോ കാര്യങ്ങളോ എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. കാരണം ഈ പയ്യനെ കണ്ടപ്പോഴത്തേനും ആകെപ്പാടെ നമ്പർ തെളിഞ്ഞ് കാണാൻ പറ്റുന്ന സാഹചര്യം കണ്ടിട്ടില്ല. വെള്ളപ്പടുതയാണ് ഈ പിക്കപ്പ് മൂടി രണ്ട് സൈഡും മറച്ച് ബാക്കി ഡോറിൻ്റെ സൈഡും മറച്ചാണ് വണ്ടി വന്നത്. എന്തെങ്കിലും ഉണ്ടായിരുന്നു? എന്തെങ്കിലും സാധനങ്ങളുമായിട്ട് പോകാൻ? ലോഡായിരുന്നു വണ്ടിയിൽ, ലോഡായിരുന്നു. അതെന്ത് ലോഡാണെന്നും എനിക്കറിയത്തില്ല. പച്ചക്കറിയാണോ, കരിക്കാണോ, തേങ്ങയാണോ, എന്താണെന്ന് നമുക്കറിയത്തില്ല. അമിത വേഗത്തിൽ തന്നെയാണ്. അതിനുശേഷവും ഈ അപകടം നടന്നതിന് ശേഷം നോക്കുമ്പം ഈ വാഹനം എൻ്റെ ഒരു 25 മീറ്റർ ഇപ്പുറത്ത് വാഹനം വിട്ടുപോകുന്നതായിട്ടാണ് കാണാനായിട്ട് സാധിച്ചത്. അന്നേരം തന്നെ ഹൈവേ പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുകയും ഹൈവേ പോലീസ് നിർദ്ദേശം പെട്ടെന്ന് പെരുവന്താനം പോലീസിലേക്ക് കൈമാറി അവിടെ ഏതാണ്ട് ഒരു 10-20 വാഹനത്തോളം അവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു പോലീസ്. അവിടെ എന്നെയും കൂടെ കൊണ്ടുപോയി. ഞാൻ നോക്കിയ സമയത്ത് ആ വാഹനത്തെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അതിനു മുമ്പ് ഈ വാഹനം എന്താണല്ലോ അമിത വേഗതയിൽ പോയി കടന്നു പോയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതായത് 10:37 ഈ പഞ്ചായത്ത് മെമ്പർ നേരിട്ട് കണ്ട സാക്ഷിയാണ്. പഞ്ചായത്ത് മെമ്പറും ലോറി ഡ്രൈവറും. അപ്പോൾ അവരുടെ ലോറിയെ ഓട്ടോക്ക് ചെയ്ത് കയറിയുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. വാഹനം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇല്ല. അപ്പോൾ പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ സർക്കിൾ ഓഫീസിൽ വിളിച്ചായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പോയി അത് പുള്ളിയുമായിട്ട് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ പിടിക്കും, എന്നിട്ട് അറിയിച്ചേക്കാം, അന്നേരം വന്നാൽ മതി എന്ന് പറഞ്ഞു. ഈ വാഹനം കണ്ടെത്തി തരണമെന്ന് ഒരു അഭ്യർത്ഥന നിങ്ങളല്ലേ ഉണ്ടായിരുന്നു. അത് പറഞ്ഞായിരുന്നു സാറിനോട്. പേടിക്കണ്ട, പൊക്കോ, ഞങ്ങൾ 2-3 ദിവസത്തിനുള്ളിൽ എങ്ങനെയാണേലും പിടിക്കുമെന്ന് പറഞ്ഞു. പിടിക്കപ്പെടും, അന്നേരം വിളിച്ചേക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങ് പോന്നു. 5 വർഷത്തോളം മറ്റേ അണ്ണൻ്റെ കൂടെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷക്കീർ എന്ന പുള്ളിയുടെ പേര്. പച്ചക്കറി വണ്ടിയിൽ എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കല്ല, എടുത്തു കൊടുക്കാനും പരിപാടിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് അവൻ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പം ഇവൻ്റെ പഠിത്തവും തീർന്നു. ഇളയവൻ്റെ ഇവൻ ITI പാസ്സായതാണ്, വിഷ്ണു. അപ്പം പഠിത്തമെല്ലാം കഴിഞ്ഞ് ചുമ്മാ ഇരിക്കുമ്പോൾ എന്നേലും ജോലി ചെയ്യാമോ. അപ്പോൾ അണ്ണൻ പറഞ്ഞു ചുമ്മാ വീട്ടിലിരുത്തണ്ട, ഇങ്ങോട്ട് പറഞ്ഞു വിട്, അവൻ എന്നേലും ചെയ്യട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ പോയി ചെയ്തുകൊണ്ടിരുന്ന. 5-6 മണിക്കൊക്കെ മുറിഞ്ചോളം വരും. എന്നിട്ട് വീട്ടിൽ വരത്തില്ല. നമ്മൾ ഫോണ് വിളിച്ചാലും കൊച്ചു എടുക്കണമില്ല. അപ്പം ഞങ്ങൾ 1 മണി 11 മണിയെല്ലാം ആകും വീട്ടിൽ വരുമ്പോൾ കൊച്ചു. ഞങ്ങൾക്ക് ഒരു മകൻ പോയ ദുഃഖം കൊണ്ട് ഞങ്ങൾ ഈ കൊച്ച് വന്ന് കയറിയാലേ ഞങ്ങൾ കണ്ണടയത്തുള്ളൂ. അതുവരെ ഈ കൊച്ചിനെ കണ്ടില്ല, എവിടെ പോയ, ഇനിയും വന്നില്ല. സോ ഇതെന്നാ ഇങ്ങനെ ചെയ്ത് വരുന്നില്ലല്ലോ. ഫോണും വിളിച്ചാലും എടുക്കുന്നില്ല. നമുക്ക് ഭയങ്കര സങ്കടം, വേദന വന്നുകൊണ്ടേയിരുന്നു. എന്നും വേദനയാണ് സാറ്. അപകടത്തിൽപ്പെട്ട വണ്ടി ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. വണ്ടിക്കാരൻ ഇട്ടിട്ട് പോയി. എവിടെയാ കണ്ടുപിടിക്കുന്ന എല്ലാം ചാനൽക്കാർ എല്ലാവരും സഹായിച്ച് കണ്ടുപിടിക്കും. മരണത്തിന് കാരണമായ ആ വാഹനം കണ്ടെത്തണമെന്ന അഭ്യർത്ഥനയുമായാണ് ഇപ്പോൾ പിതാവുള്ളത്. അപകടശേഷം അജ്ഞാത വാഹനം നിർത്താതെ പോവുകയായിരുന്നു. യാതൊരു മനസാക്ഷിയും ഇല്ലാതെയാണ് തൻ്റെ മകൻ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ കയറി ഇടിച്ചതിന് ശേഷം ആ വാഹനം കടന്നുപോയത്. അത് എത്രയും വേഗം കണ്ടെത്തി നൽകണമെന്ന് അഭ്യർത്ഥനയാണ് പിതാവിനുള്ളത്. അത് പോലീസ് അധികാരികൾ കണ്ടെത്തി നൽകുമെന്ന പ്രതീക്ഷയിലുമാണ് അദ്ദേഹമുള്ളത്. ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ വിഷമകരമായത് ഈ നാരായണൻ ചേട്ടൻ്റെ മൂത്ത മകൻ മനു നാരായണൻ 1.5 വർഷം മുൻപാണ് അപകടത്തിൽ തന്നെ മരണപ്പെട്ടത്. പിന്നീട് 1 വർഷം പിന്നിടുമ്പോഴേക്കും ഇളയ മകനായ വിഷ്ണു നാരായണൻ കൂടി അപകടത്തിൽ മരണപ്പെടുകയായിരുന്നു. ഒരു കുടുംബത്തിൻ്റെ അത്താണിയാകേണ്ട 2 യുവാക്കളെയാണ് ഈ കുടുംബത്തിന് നഷ്ടമായിരിക്കുന്നത്. അതിൻ്റെ വിഷമത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. മൂത്ത മകൻ മരിച്ചതിന് ശേഷം ആ വേർപാടിൻ്റെ ആഘാതത്തിൽ നിന്നും വിഷമത്തിൽ നിന്നുമൊക്കെ കരകയറി വരുമ്പോഴാണ് ഇളയ മകനും അപകടം സംഭവിച്ച് മരണപ്പെടുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പീരിമേട്.